അധ്യാപകർക്കുള്ള യോഗ്യതാ പരീക്ഷ കേട്ടിട്ട് നിർബന്ധമാക്കിയ സുപ്രീം കോടതി ഉത്തരവ് അവഗണിച്ചു PSC. പുതിയ PSC നോട്ടിഫിക്കേഷനിൽ കേട്ടിട്ടിന് ഇളവ് നിലനിർത്തി. ഏതെങ്കിലും വിഷയത്തിൽ എംഎഡ് ഉള്ളവർക്ക് ഇളവ് നൽകിയിരിക്കുകയാണ്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത്. ഉമേഷ്, അങ്ങനെ സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് നിലനിൽക്കെ എങ്ങനെയാണ് ഇളവ് നൽകാൻ കഴിയുക? അത് തുടർ നിയമപ്രശ്നങ്ങളിലേക്കൊക്കെ കടക്കില്ലേ? ഗുഡ് ഈവനിങ് വിജയകുമാർ. കഴിഞ്ഞ 3 മാസം മുൻപാണ് 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ അടിസ്ഥാന യോഗ്യതയായി കേറ്ററ്റ് നിർബന്ധമാണെന്ന് കാണിച്ചുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവിറക്കിയത്. അതിപ്പോൾ സർവീസിൽ തുടരുന്ന അധ്യാപകർക്ക് കൂടി ബാധകമാക്കിയിട്ടുമുണ്ട്. അതായത് ഇപ്പോൾ സർവീസിൽ തുടരുന്ന 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന ഏകദേശം 65,000-ഓളം അധ്യാപകരുടെ ജോലി തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്ന നിലവിൽ സാഹചര്യമുണ്ട്. അവർ ഈ ജോലിയിൽ തുടരുന്ന അധ്യാപകർ 5 വർഷത്തിനകം ഈ കേറ്ററ്റ് പാസ്സാവണം. പുതുതായി അപേക്ഷിക്കുന്നവർക്കെല്ലാം ഈ കേറ്ററ്റ് നിർബന്ധവുമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ PSC ഇറക്കിയിരിക്കുന്ന നോട്ടിഫിക്കേഷൻ, അതായത് 41 നോട്ടിഫിക്കേഷനുകൾ PSC നോട്ടിഫിക്കേഷനായി ഇറക്കിയിട്ടുണ്ട് ഈ അധ്യാപകരുടെ ഒഴിവുകൾ നികത്താനായി. അതിൽ 6 നോട്ടിഫിക്കേഷൻ നേരത്തെ തന്നെ കഴിഞ്ഞതാണ്. ബാക്കി 35 നോട്ടിഫിക്കേഷൻ ഇപ്പോഴും ലൈവാണ്. അതിൽ കേറ്ററ്റ് നിർബന്ധമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ മറ്റൊരു ഭാഗത്ത് ഇളവുകൾ എന്ന ഭാഗത്താണ് ഈ കേറ്ററ്റ് വിവിധ വിഭാഗങ്ങളിൽ, അതായത് CTET, നെറ്റ്, ഒപ്പം സെറ്റ്, കൂടാതെ എംഎഡ്, PhD, MPhil എന്നീ യോഗ്യതകളുള്ളവർക്ക് ഈ കേറ്ററ്റ് നിർബന്ധമല്ല, ഇളവുണ്ട് എന്നുള്ള രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ 1 മുതൽ 8ാം ക്ലാസ് വരെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അധ്യാപകർക്ക് അവർക്ക് കേറ്ററ്റ് ഇല്ലെങ്കിലും അവർക്ക് PhDയോ MPhilോ ഒപ്പം നെറ്റോ CTETോ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിൽ അപേക്ഷിക്കാം. ഒപ്പം ഏതെങ്കിലും ഒരു വിഷയത്തിൽ എംഎഡ് ഉണ്ടെങ്കിലും അപേക്ഷിക്കാം എന്നുള്ളതാണ് ഈ ഇളവായി പറയുന്നത്. പക്ഷേ ഇത്തരമൊരു ഇളവ് അംഗീകരിക്കാനാകില്ല എന്നുള്ളത് കൃത്യമായി സുപ്രീം കോടതി വിധി തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. 3 മാസം മുൻപുള്ള വിധിയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ 2016-ൽ ഇത്തരത്തിൽ കേറ്ററ്റിന് ഒരു ഇളവ് നൽകി സർക്കാർ ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. ആ ഉത്തരവ് ഈ സുപ്രീം കോടതി വിധിയോടുകൂടി ഇല്ലാതാവുകയാണ്. പക്ഷേ ഈ സുപ്രീം കോടതി വിധിയോടുകൂടി ഇല്ലാതാകും എന്നുള്ള സാഹചര്യം നിലനിൽക്കുമ്പോഴും 2016-ലെ ഉത്തരവ് കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ PSC നോട്ടിഫിക്കേഷനിൽ ഇളവ് നൽകിയിരിക്കുന്നത്. ഈ ഇളവ് അനുസരിച്ച് PSCയിൽ അപേക്ഷിച്ച് ഏതെങ്കിലും കേറ്ററ്റില്ലാത്ത ഉദ്യോഗസ്ഥർ ജോലിയിൽ പ്രവേശിച്ചാൽ ഒരുപക്ഷെ അവരുടെ ജോലി സാധ്യത പോലും ചോദ്യം ചെയ്യാവുന്ന നിലനിൽക്കുന്നുണ്ട്. PSCയുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത്, അനൗദ്യോഗികമായി പറയുന്നത്, സാധാരണഗതിയിൽ ഈ ക്വാളിഫിക്കേഷൻ നിശ്ചയിച്ച് നൽകുന്നത് ഈ അതാത് വകുപ്പുകളാണ് എന്നുള്ള വിശദീകരണമാണ്. അതായത് അതാത് വകുപ്പുകൾ പറയുന്ന ക്വാളിഫിക്കേഷൻ അനുസരിച്ചാണ് PSC നോട്ടിഫിക്കേഷൻ ഇറക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംബന്ധിച്ച വിശദീകരണം നൽകുമെന്ന് പ്രതീക്ഷിക്കാം. നിലവിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത് സംബന്ധിച്ച ഒരു വിശദീകരണം ഇതുവരെ നൽകിയിട്ടില്ല. വിജയകുമാർ. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അത് ഈ PSC ഈ തരത്തിൽ അതിൽ ഇളവ് നൽകിയാൽ തുടർ നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് കണക്കിലെടുത്ത് PSC ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.